പൊന്നും കുരിശ് മുത്തപ്പനെ കാണാനായി വിശ്വാസികൾ മലയാറ്റൂരിലേക്ക് തീർത്ഥാടന യാത്ര നടത്തുന്ന ഒരു സമയമാണല്ലോ. മലയാറ്റൂർ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് കാണിച്ചു. മലയാറ്റൂരിൽ സെന്റ് തോമസിന്റെ പേരിൽ 2 പള്ളികളുണ്ട്. ഒന്ന് താഴത്തെ പള്ളി എന്നറിയപ്പെടുന്ന ഈ കാണുന്ന പള്ളിയും പിന്നെ കുരിശുമുടി പള്ളിയാണ്. താഴത്തെ പള്ളിയുടെ അടുത്തായിട്ട് തന്നെ പെരിയാർ ഹോളി റിവർ കാണാൻ പറ്റും. താഴത്തെ പള്ളിയിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്ററോളം ദൂരമുണ്ട് അടിവാരത്തെത്താൻ. അടിവാരത്ത് നിന്നാണ് മല കയറാൻ പോകുന്നത്. മല കയറാൻ തുടങ്ങുന്ന അടുത്തായിട്ട് തന്നെ സെന്റ് തോമസിന്റെ ഒരു കുരിശടി കാണാൻ പറ്റും. ആ കുരിശടിയിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വിശ്വാസികൾ മല കയറാനായിട്ട് പോകുന്നത്. മല കയറി പോകുന്ന വഴിക്ക് കുരിശിന്റെ വഴിയുടെ 14 സ്ഥലങ്ങളും കാണാൻ പറ്റും. മലയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം കാണാൻ പോകുന്നത് മാർത്തോമ മണ്ഡപമാണ്. മാർത്തോമ മണ്ഡപം കഴിഞ്ഞിട്ട് പിന്നെ സന്നിധിയുടെ അടുത്ത് പോകാൻ പറ്റും. സന്നിധിയിൽ നേരെ ആന കുത്തിയ പള്ളി കാണാം. ആന കുത്തിയ പള്ളിയുടെ അടുത്തായിട്ട് തന്നെ ഒരിക്കലും പറ്റാത്ത അത്ഭുത ഉറവ് എന്നറിയപ്പെടുന്ന ഈ ഒരു കിണർ കാണാൻ പറ്റും. ആന കുത്തിയ പള്ളിയോട് ചേർന്ന് തന്നെയുള്ള ഒരു പള്ളിയാണ് ഈ കാണുന്ന പള്ളി. ഈ പള്ളിയുടെ തൊട്ട് പിറകിലായിട്ട് തന്നെ പൊന്നും കുരിശ് കാണാൻ പറ്റും. പൊന്നും കുരിശ് കഴിഞ്ഞാൽ പിന്നെ അവസാനമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് മാർ തോമസ് ലീഹയുടെ പാദമുദ്ര പതിഞ്ഞിരിക്കുന്ന ഈ ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് മലയാറ്റൂരിനെ പറ്റിയുള്ള കൂടുതൽ കാഴ്ചകളും ഡീറ്റെയിൽസും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഇതിന്റെ ഫുൾ വീഡിയോ, ആ വീഡിയോ കാണണമെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നോക്കിയാൽ മതി.